സെക്കുലാർ കുടുംബ സംഗമത്തെ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം. എൻ്റെ കൂടെയുള്ളതൊന്ന് സി ചന്ദ്രബാബു, ഇതിൻ്റെ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനറാണ്. വി ജി ഗോപാലകൃഷ്ണൻ ഇതിൻ്റെ ട്രഷററാണ്. സത്യനാരായണൻ സെക്കുലാർ ഫോറത്തിൻ്റെ ജനറൽ കൺവീനറാണ്. വി എസ് പ്രവിത വൈസ് ചെയർപേഴ്സണാണ് സംഘാടക സമിതിയുടെ. ഈ വരുന്ന മാർച്ച് 7-ന് മതനിരപേക്ഷ വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ സെക്കുലാർ ജീവിതം നയിക്കുന്ന ആളുകൾ ഒരു ദിവസം തൃശ്ശൂർ കൂടിച്ചേരുകയാണ്. ഒരു ഏകദിന പരിപാടിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഫെഡറലിസം, സെക്കുലറിസം, സോഷ്യലിസം ഇത്തരം ഭരണഘടനാദത്തമായ അവകാശങ്ങൾ പോലും ഭരണഘടനയിൽ നിന്ന് എടുത്തു കളയുന്നതിനു വേണ്ടിയിട്ടുള്ള ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് കുടുംബ സംഗമങ്ങൾ, കുടുംബയോഗങ്ങൾ വിവിധ സംഘടനകളുടെയും മതസംഘടനകളുടെയും എല്ലാം ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. അതെല്ലാം തന്നെ മതാധിഷ്ഠിതമായിട്ടുള്ള കൂടിച്ചേരലാണ്. അതിനപ്പുറത്ത് വളരെ മാനവികമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള കൂടിച്ചേരലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിന്റെ മാറ്റങ്ങൾക്ക് വ്യക്തിയിൽ മാത്രം അത് അവസാനിപ്പിച്ചാൽ പോരാ എന്നാണ് ധാരണ നമുക്കറിയാം. ഇപ്പൊ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ള കവി കുരിപ്പുഴ ശ്രീകുമാർ. വീട്ടിനകത്തൊരു ചെരുപ്പും വീട്ടിന് പുറത്തൊരു ചെരുപ്പും എന്ന് പറയുന്ന പോലെ ആളുകളെ പുറത്ത് രണ്ട് വ്യത്യസ്തമായ നിലപാടുകളുണ്ട്. അപ്പൊ ഈ സാമൂഹ്യ മാറ്റത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് ഇത്തരത്തിലുള്ള കുടുംബം എന്ന ആ യൂണിറ്റുകളിൽ വരുന്ന മാറ്റവും ഒരു ആശയത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ പിന്തുണയുമാണ് ഒരു സമൂഹത്തിന്റെ തന്നെ മാറ്റത്തിന് ഇടവരുത്തുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് നമുക്ക് പ്രശ്നമില്ലെങ്കിൽ പോലും ഇന്ന് കേരളത്തിലെ വളരെ ഡോക്ടർ മാളവിക ബിന്നി നടത്തിയ ഒരു പഠനത്തിൽ സൂചിപ്പിക്കുന്നത് ഏകദേശം 15% ആളുകൾ മാത്രമാണ് മിശ്രവിവാഹിതരായിട്ടുള്ളത്. അല്ലെങ്കിൽ അത്തരം ബാക്കി മതാധിഷ്ഠിതമായ വിവാഹങ്ങളാണ് നടക്കുന്നത്. അതല്ല നമ്മുടെ വിഷയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെക്കുലാർ ജീവിതം നയിക്കാൻ വേണ്ടി കുറച്ചുകൂടി കാലങ്ങൾക്ക് മുമ്പ് വളരെ ബുദ്ധിമുട്ടിയ ആളുകളുണ്ട്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നിലമ്പൂർ ഐഷ നമുക്കറിയാം, ഈ യാഥാസ്ഥിതിക ഒരു കലാകാരിയായിട്ട് ജീവിക്കാൻ വേണ്ടി തന്നെ, ഒരു സെക്കുലാർ ജീവിതം തുടരാൻ വേണ്ടി തന്നെ യാഥാസ്ഥിതിക മതവിഭാഗത്തോട് പതിറ്റാണ്ടുകൾ തന്നെ അവർക്ക് ഏറ്റുമുട്ടി ജീവിക്കേണ്ടി വന്നു. അപ്പൊ ഇന്ത്യ തന്നെ ഒരു മതരാഷ്ട്രമാകുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പല മൂല്യങ്ങളിൽ നിന്നും നമ്മൾ വ്യതിചലിച്ചു പോവുകയാണുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഈ സെക്കുലറിസത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു ബഹുസ്വര രാഷ്ട്രത്തിൽ സെക്കുലറിസം നിലനിൽക്കണം. നമുക്കറിയാം, വളരെ അടുത്ത് തന്നെ വിഖ്യാതനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനും നൊബൽ സമ്മാന ജേതാവുമായിട്ടുള്ള അമർത്യ സെൻ എന്താണ് പറഞ്ഞത്? തിരുവനന്തപുരത്ത് നടക്കുന്ന പഠന കോൺഗ്രസിൽ അയച്ച സന്ദേശത്തിൽ അമർത്യ സെൻ പറഞ്ഞത്, സെക്കുലറിസം ഇന്ത്യയിൽ നിലനിൽക്കുന്നതിന്, അത് സംരക്ഷിക്കുന്നതിന് ഇന്ത്യക്ക് കേരളം നേതൃത്വം കൊടുക്കണമെന്നാണ്. അതിന്റെ നായക സ്ഥാനത്ത് കേരളം വരണമെന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സെക്കുലാർ കുടുംബ സംഗമം നടക്കുന്നത്. ഇതിന്റെ മറ്റ് അനുബന്ധ പരിപാടികളെല്ലാം സംബന്ധിച്ച് മറ്റുള്ളവര് നിങ്ങളോട് വിശദീകരിക്കും. ഇതില് നമുക്ക് 4-5 സെഷനുകളായിട്ടാണ് പരിപാടി നടക്കുന്നത്. ഒരു ഉദ്ഘാടന സെഷൻ ഉണ്ട്. അതില് ഉദ്ഘാടനം ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ കവി കുരിപ്പുഴ ശ്രീകുമാർ, അവിടെ KEN-ഉം VT വാസുദേവനും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. പിന്നെയുള്ള ഒരു ആദര സമ്മേളനമാണ്. നമ്മൾ ഈ സമ്മേളനം കുടുംബ സംഗമം എന്ന് പറയുമ്പോൾ ആ സെക്യുലർ ജീവിതം നയിക്കുന്ന കുടുംബങ്ങളുടെ മാത്രം കൂടിച്ചേരലല്ല കേട്ടോ. സെക്യുലർ ജീവിതത്തോട് ആഭിമുഖ്യമുള്ള എല്ലാവർക്കും വരാവുന്ന, സെക്യുലറിസത്തോട് താല്പര്യമുള്ള, മാനവികതയോട് താല്പര്യമുള്ള, മനുഷ്യസ്നേഹത്തിനും മാനവ മൈത്രിയോട് താല്പര്യമുള്ള എല്ലാവർക്കും കൂടി ചേരാവുന്നതാണ്. അതിൽ വളരെ മാതൃകാപരമായ സെക്യുലർ ജീവിതം നയിച്ച കുറച്ചു പേരെ, അത്തരം ജീവിതം നയിക്കുന്നവരുടെ പ്രതിനിധികളായിട്ട് കുറച്ചു പേര് വരുന്നുണ്ട്. അവരെ നമ്മൾ അവിടെ ആദരിക്കുന്നുണ്ട്. അതാണ് ഒരു ആദര സമ്മേളനം. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് തന്ന നോട്ടീസിലുണ്ട്. മറ്റൊന്നൊരു സെമിനാറാണ്. സെമിനാർ സെക്യുലർ ജീവിതം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ അധികരിച്ചാണ് സെമിനാർ നടക്കുന്നത്. അതില് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഗീത നസീറാണ്. പിന്നെ അതിൽ വിശദമായ പങ്കെടുക്കുന്നവരുടെയൊക്കെ പേരുകളുണ്ട്. പിന്നെ സമാപന സമ്മേളനമാണ്. സമാപന സമ്മേളനത്തിലെ
പിന്നെ സമാപന പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ KM അനിലാണ്. അനിൽ ചേലേബ്ര എന്ന് പറയുന്ന ആളാണ്. ജനാധിപത്യ സംസ്കാരവും മതമൈത്രിയും എന്ന വിഷയത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എല്ലാ സെഷനുകളിലും സംസാരിക്കാൻ ഈ രംഗത്തെ പ്രമുഖരായ വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്. അവസാനം നമ്മളൊരു മെഹ്ഫിൽ സന്ധ്യ സിറാജ് അമൽ നേതൃത്വത്തിലുള്ള സംഘം അവതരിപ്പിക്കുന്ന ഒരു സംഗീത സായാഹ്നം കൂടെ ഉണ്ട്. ഈ ഇത്രയും ഒരു ഏകദിന പരിപാടിയാണ്. സംസ്ഥാന തലത്തിലാണ്. വിവിധ ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇതില് ഒപ്പം ഒരു പുസ്തക പ്രകാശനം കൂടി ED ഡേവിസ് രചിച്ച സെക്യുലർ ജീവിതത്തെ കുറിച്ചുള്ള ഒരു പുസ്തക പ്രകാശനം കൂടെ നടക്കുന്നുണ്ട്. മൊത്തത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു മതനിരപേക്ഷ ചിന്താഗതി വളർത്തുക. അതിനു വേണ്ടിയിട്ടാണ് സെക്യുലർ ഫോറം എന്ന് പറയുന്ന തൃശ്ശൂരിൽ ഒരു 10 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടന ശ്രമിക്കുന്നത്. അപ്പൊ സെക്യുലർ ഫോറത്തിന്റെ നേതൃത്വത്തിൽ സെക്യുലർ സാംസ്കാരിക കൂട്ടായ്മയുടെ സഹകരണത്തോടു കൂടിയാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പൊ ഈ പരിപാടിക്ക് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, യുദ്ധം നടക്കുന്നു, തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. എന്നാലും ഇതിന് നല്ലൊരു പ്രാധാന്യത്തിൽ നിങ്ങൾ മാധ്യമങ്ങളിൽ ഒരു സ്ഥാനം കൊടുക്കണം. കാരണം നമ്മള് മനുഷ്യന്മാരുടെ സ്നേഹം മാറി ഇങ്ങനെ കള്ളികളായി തിരിക്കുന്ന ഒരു കാലത്ത് എന്താ പറയാ, ജാതി മത കാലദേശ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മനുഷ്യരെല്ലാവരും ഒന്നിച്ചു കൂടുന്ന ഒരു സംസ്കാരം, ആ സംസ്കാരത്തിനും ആ ഫാബ്രിക്കിനും വലിയ മുറിവേറ്റിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. വെല്ലുവിളികളാണ് മതരാഷ്ട്രവാദം എന്നൊക്കെ പറഞ്ഞിട്ട്. അത്തരം കാര്യത്തിനോട് നമുക്ക് ഒട്ടും യോജിപ്പില്ല. മനുഷ്യന്മാരുടെ ഇടയിൽ ഒരു വല്ലാത്തൊരു സാഹോദര്യവും സ്നേഹവും ഉണ്ടാവണം എന്നാണ് നമ്മൾ അത്യന്തികമായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയുള്ള ഒരു ചെറുവിരൽ അനക്കം എന്നുള്ള രീതിയിലാണ് ഇതിനെ ഞങ്ങൾ കാണുന്നത്. ഇത്തരം കുടുംബ സംഗമങ്ങളും കൂടിച്ചേരലുകളും വ്യാപകമാവേണ്ടതുണ്ട് കേരളത്തില്. വർഗീയ ശക്തികൾ അല്ലെങ്കിൽ മതമൗലികവാദികൾ, തീവ്രവാദികളൊക്കെ രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ ഇത്തരം കൂടിച്ചേരലുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. നന്ദി. ഈ സമീപകാലത്ത് ഏറ്റവും പ്രലോഭനമില്ലാതെ മുസ്ലിം സംഘടനകളെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ മുസ്ലിം സമുദായത്തെ നടത്തുന്ന വർഗീയ പ്രസ്താവന ഇത് കേരളത്തില് ഞാനൊരു അല്ലെങ്കിൽ ആശാനും അല്ലെങ്കിൽ ഡോക്ടർ പൽക്കോക്ക് ഉണ്ടാക്കിയുള്ള ഒരു സംഘടന നേരെ വിരുദ്ധമായിട്ടുള്ളൊരു ചിന്താഗതിയാണ് ഇദ്ദേഹം കൊണ്ടുവരുന്നത്. ഈ ഒരു സാധനത്തിനെ പ്രത്യേകിച്ച് രാഷ്ട്രീയമായിട്ട് CPM പോലുള്ള സംഘടനകൾ കൂടെ കൊണ്ടുവരുന്ന കാരണം അതിന് കാര്യമായിട്ട് അതിന് എതിർപ്പ് വരുന്നില്ല. ഈ ഒരു കാലത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് ഇത്തരം സംഘടനകളെ എതിർത്ത് അല്ലെങ്കിൽ മറ്റുള്ള നവോത്ഥാന മൂല്യങ്ങൾ അല്ലെങ്കിൽ പുരോഗമന ചിന്താഗതിനെ സ്വീകരിക്കുന്നത്. ഈ ഒരു വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള പ്രത്യേകിച്ചും ഈ വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകളെ കൂടെ കൊണ്ടുനടക്കുന്ന ഈ സമീപനം ഇതിനെ നമ്മൾ നിങ്ങളെ പരിഗണന കാണുന്നു. വെള്ളാപ്പള്ളി നടേശൻ CPM-ന്റെ അല്ല, ഞാൻ ഒരു മുന്നണിയിലും ഇല്ല. SNDP-യെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും അവസാനം ശ്രീനാരായണ ഗുരു നടത്തിയ വലിയൊരു പ്രഖ്യാപനമുണ്ട്. എനിക്ക് മതമില്ലെന്നാണ് പറഞ്ഞത് ശ്രീനാരായണ ഗുരു, എനിക്ക് സംഘടനയില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ നേരത്തെ തന്നെ ശ്രീനാരായണ ഗുരു പറഞ്ഞു വെച്ചിട്ടുണ്ട്, എല്ലാ കാലത്തും വെള്ളാപ്പള്ളിയുടെ അല്ലെങ്കിൽ മതസഹിഷ്ണുതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള, മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളെ ഇത്തരം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എതിർത്തിട്ടുണ്ട്. പക്ഷെ കേരളത്തില് വല്ലാത്തൊരു ക്രോഡീകരണം നടക്കുകയാണ്. അത് ആ സമയത്ത് ആ ശരിയായ നിലപാട് സ്വീകരിക്കുന്നവരെ അവരെ കൂടെ നിർത്താനുള്ളതാണ്. അല്ലാതെ അയാളുടെ മുസ്ലിം വിരുദ്ധ വർത്തമാനത്തോടോ ഇതിനോടൊന്നും തന്നെ ഞങ്ങൾ യോജിക്കുന്നില്ല, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ യോജിക്കുന്നില്ല. വെള്ളാപ്പള്ളിയുടെ വാക്കുകൾക്ക് കാതോർക്കേണ്ട യാതൊരു ബാധ്യതയില്ല. അയാളുടെ എല്ലാ നിഷേധങ്ങളെയും നമ്മൾ എതിർക്കുന്നു. വെള്ളാപ്പള്ളി അങ്ങനെ മഹാനായിട്ട് നമ്മൾ ആരും കാണുന്നില്ല. പക്ഷേ കേരളത്തിലൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരം ഒരു നവോത്ഥാന സമിതി ഉണ്ടാക്കിയപ്പോൾ അതിനോട് യോജിക്കാവുന്ന വിവിധ വിഭാഗം ആളുകൾ, KPMS-ന്റെ ആളുകൾ വന്നു, SNDP-യുടെ ആളുകൾ വന്നു. പക്ഷെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല, അന്ന് അത് ഒരു ശരിയായ പക്ഷവും അതൊരു പുരോഗമന പക്ഷവുമാണ്. പിന്നെ അതിൽ നിന്ന് വ്യതിയാനങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. പക്ഷെ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഒരു വംശഹത്യ നടക്കും നമ്മൾ വിചാരിച്ചില്ല. രാംനാരായണന്റെ പാലക്കാട് അത്തരം സ്ഥലങ്ങളിലെല്ലാം തന്നെ ബംഗ്ലാദേശിയാണെന്ന് പറഞ്ഞ് അയാളുടെ മതം പറഞ്ഞുകൊണ്ട് കേരളം പോലുള്ള സ്ഥലത്താണ് ഈ കശാപ്പ് ചെയ്യപ്പെട്ടത്. തിരുനാവായയില് വീണ്ടും ഒരു
കുംഭമേള കേരളത്തിന്റെ സംസ്കാരത്തിലോ കേരളത്തിന്റെ ചരിത്രത്തിലോ അല്ല, അതിനുള്ള ഒരു പോക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലോകത്തിന്റെ അവസാനത്തെ തുരുത്ത്, അല്ലെ ഇന്ത്യയിലെ അവസാനത്തെ തുരുത്ത്, മതനിരപേക്ഷയുടെ അവസാനത്തെ തുരുത്ത് എന്ന് പറയുന്ന ഈ കേരളത്തെ പോലും അപകടപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഈ സെക്കുലാർ ശക്തികളിൽ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒരു കൂടിച്ചേരൽ നമ്മൾ നടത്തുന്നത്. ഈ തൃശ്ശൂര് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. വിമല സംഭവത്തില് ക്യാമ്പസുകളിൽ വലിയ പ്രശ്നം ഉണ്ടായപ്പോഴാണ് നമ്മൾ മനുഷ്യ മഹാസംഗമം സംഘടിപ്പിച്ചത്. ശബരിമല കാലഘട്ടത്തിലാണ് ജനാഭിമാന സദസ്സ് സംഘടിപ്പിച്ചത്. എന്നുപോലെ മാനവികമായ വളരെ ജനാധിപത്യ വിശ്വാസികളായ മതനിരപേക്ഷ പക്ഷത്തിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു കൂടിച്ചേരലാണ്. അല്ലാതെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നയങ്ങളും പരിപാടികളും വേറെ, നമ്മളെല്ലാവരും അതിനുള്ളവരാണ്. പക്ഷെ ഇവിടെ ഇതാണ് നമ്മൾ ഓർമ്മയേണ്ടത്. ഇടതുപക്ഷം ലോകത്ത് എടുത്ത് മതപീഡനം നടത്തുന്നില്ല. ഉണ്ടെങ്കിൽ അത് ഇടതുപക്ഷമാകില്ല. ഒരു ഉദാഹരണം നിങ്ങൾക്ക് ചൂണ്ടി. ആര്? അയ്യപ്പ സംഗമം നടത്തിയത് അയ്യപ്പനെ പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. അയ്യപ്പ സംഗമം നടത്തിയത് ഇത് വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. തിരുപ്പതിയില് അതേപോലെ തന്നെ തിരുപ്പതി ഗവൺമെന്റ് അവിടെ നടത്തി, തിരുപ്പതി ക്ഷേത്രത്തെ. എന്നുപോലെ ലക്ഷക്കണക്കിന് ആളുകൾ വരുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യം ഉണ്ടാക്കുന്നതിനും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് നടത്തിയത്. നിലവിലിരിക്കുന്ന വസ്തുതകളെ നമുക്ക് നിഷേധിക്കാനായിട്ട് കഴിയില്ല. അല്ലാതെ അതൊരു കേവലം ഭക്തിയുടെയോ അല്ലെങ്കിൽ മതത്തിന്റെയോ പ്രകടനമായിരുന്നില്ല, മറിച്ച് ഒരു തീർത്ഥാടന കേന്ദ്രത്തിന്റെ വികസനത്തെ സംബന്ധിച്ചിട്ടാണ് നടത്തിയത്. ഇടതുപക്ഷം യുവതി പ്രവേശനം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. സമയമുണ്ടല്ലോ. ഇപ്പൊ കോടതിയിൽ ഇപ്പൊ റിപ്പോർട്ട് കൊടുത്തിട്ടില്ലോ. കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പറയാം ഇപ്പൊ കൊടുത്തിട്ടില്ല. ഇപ്പോ നമ്മളൊക്കെ ഭരണഘടനയ്ക്ക് ഒപ്പമാണ് നിൽക്കുന്നത്. ലിംഗപരമായിട്ടുള്ള എല്ലാ അസമത്വങ്ങൾക്കും നമ്മൾ ഇന്ത്യൻ ഭരണഘടന എല്ലാ ലിംഗങ്ങൾക്കും തുല്യ നീതി നൽകുന്നുണ്ട്. അതിനോടൊപ്പമാണ് നമ്മൾ. അല്ലാതെ ഏതെങ്കിലും പാർട്ടി എന്നുള്ളതിൽ നമ്മൾ ഭരണഘടനയ്ക്ക് ഒപ്പമാണ്. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ പറഞ്ഞോളൂ. ഇപ്പൊ പറഞ്ഞിട്ടില്ല. പുതിയ സുപ്രീം കോടതി ദേവസ്വം ബോർഡ് എന്നുള്ളത് ക്ഷേത്രത്തിൻ്റെതാണല്ലോ. അത് ക്ഷേത്രത്തിന്റെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് പറയും. പത്മകുമാർ അല്ല, ഞാനും പത്മകുമാറിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പത്മകുമാർ അകത്തായപ്പോ ഇടതുപക്ഷം പ്രതിയാവുന്നില്ല. നിയമത്തിന്റെ വഴിക്ക് പോകും. പത്മകുമാർ തെറ്റ് ചെയ്തെങ്കിൽ പത്മകുമാർ ശിക്ഷിക്കപ്പെടും. പക്ഷെ ഒരു പ്രസ്ഥാനത്തിന് അയാൾക്കെതിരെ നടപടി എടുക്കണമെന്ന് വെച്ചാൽ പ്രസ്ഥാനത്തിന് മുമ്പിൽ അതിനനുസൃതമായിട്ട് തെളിവ് വരും. അവര് എല്ലാം മനസ്സിലാക്കിയിട്ട് പത്മകുമാർ അകത്താകുമ്പോൾ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ഇവരെല്ലാവരും അകത്താകുമ്പോൾ പിണറായി വിജയൻ തന്നെയാണ്. അവരെ ആരും സംരക്ഷിക്കാനായിട്ട് നോക്കിയിട്ടില്ല. അല്ല, നമ്മുടെ ഒരു വിഷയം അല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകണ്ട. ഇത് നമ്മുടെ വിജയ് ഗോപാലകൃഷ്ണ സംസാരിക്കും. ഇതിലൊരു കാര്യമുള്ളതെങ്കിൽ കേരളം വേറിട്ടതാണ് എന്ന് അറിയണമെങ്കിൽ നമ്മൾ കേരളത്തിന് പുറത്ത് സഞ്ചരിക്കണം എന്നുള്ളതാണ്. ഞാൻ വടക്കേന്ത്യയിൽ ധാരാളം സഞ്ചരിച്ചിട്ടുള്ളതാണ്. അവിടെ ചെല്ലുമ്പോൾ മിക്കപ്പോഴും ഈ താടി ഒരു പ്രശ്നമാണ്. ആളെ കണ്ട ഉടനെ ചോദിക്കും ക്യാ മുസൽമാൻ ഹോ എന്നുള്ള ആദ്യത്തെ ചോദ്യമാണ്. ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബാലെന്താണെന്ന് ചുഴിഞ്ഞ് അവർ ചോദിക്കും. ഇത്തരം മാനസികാവസ്ഥയാണ് ഉള്ളത്. ജാതിയുടെയും മതത്തിന്റെയും പേര് വേർതിരിച്ച് കണ്ണികളായി നിർത്തുകയും അവരെ ആക്രമിക്കുന്ന കഥകളൊക്കെ നമുക്കറിയാം. പക്ഷെ അതിൽ നിന്ന് വേറിട്ടുള്ളൊരു സംസ്ഥാനം തന്നെയാണ് കേരളം എന്നതിൽ തർക്കമില്ല. ആ സംസ്ഥാനത്തിലേക്കാണ് ഇത്തരത്തിലുള്ള മതത്തിന്റെയും വർഗീയതയുടെയും പേരിലുള്ള പീഡനങ്ങളും ആക്രമണങ്ങളും കടന്നു വരുന്നത്. ഇതിന് ചെറുക്കുക എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിന്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതനിരപേക്ഷമായിട്ട് ജീവിതം നയിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ 16 കുടുംബങ്ങൾ ഞങ്ങൾ ആദരിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഞങ്ങൾ 100 കുടുംബങ്ങൾ അങ്ങനെയുണ്ട്. മിശ്ര വിവാഹം കഴിക്കുന്ന കാലഘട്ടത്തിലെ കുടുംബങ്ങളിൽ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുടുംബങ്ങളൊക്കെ ഒന്നായിക്കൊണ്ട് ജീവിക്കുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അവിടെ പിന്നെ ഈ പറഞ്ഞ ജാതിയുടെ മതത്തിന്റെ പേരിൽ ഇല്ല. അവർക്ക് മനുഷ്യർ എന്നുള്ളതൊക്കെയാണ്. അവർ ബന്ധുക്കൾ തമ്മിലൊക്കെ വളരെ അടുപ്പത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ പതിറ്റാണ്ടുകളായിട്ട് അങ്ങനെ ജീവിച്ച് അവർ മാത്രമല്ല
അവരുടെ മക്കളെയും പേരക്കുട്ടികളെയും ഒക്കെ അങ്ങനെ ജീവിക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുത്ത കുടുംബങ്ങളാണ്. അങ്ങനെ ജീവിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിനോ അവരുടെ ജീവിതത്തിനോ സമൂഹത്തിനോ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് വളർന്നു വികസിച്ചു വരുന്ന ഈ ഫാസിസ്റ്റ് വർഗീയതയ്ക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പ് എന്നുള്ളതിലേക്ക് തന്നെയാണ് ഞങ്ങൾ ഈ കുടുംബ സംഗമത്തെ കാണുന്നത്. ഇവരെ ആദരിക്കുന്നതോടൊപ്പം തന്നെ പുതു തലമുറയ്ക്ക് ഒരു പ്രചോദനമാണ്. ഇത് ഇങ്ങനെയും നമുക്ക് പ്രതിരോധം കേരളത്തിൽ തീർക്കാവുന്നത് ആ ഒരു അർത്ഥത്തിലാണ് സെക്ടർ ഫോറം തൃശ്ശൂര് ഈ കുടുംബ സംഗമത്തിന്റെ യാതൊരു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിട്ട് ഞങ്ങൾ കാണുന്നത്.